ചാനൽ ട്രിനിറ്റി വോയിസ്. മഹാപരിശുദ്ധ ഗുരുവേ നിൻ തിരുമുൻപിലടിയനും പരിശുദ്ധ മണവാട്ടിയായി ശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ എന്നെ പൂർണ്ണ പരിശുദ്ധനാക്കിടണേ എന്നെ എൻ്റെ മണവാളനെ കനിഞ്ഞവനെ നിൻ്റെ വരവിന് താമസമേറെയാകുമോ വരവിന് താമസമേറെയോ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജെനസിസ്. ഉൽപ്പത്തി 13-7 വാക്യം. ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സ് 7. അബ്രാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. And there was a strife between the headman of Abram's cattle and the headman of Lot's cattle. And the Canaanites and Perizzites dwelled then in the Lot. സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. വൈൽ യു കനോട്ട് spend all day studying the Bible, you can think about it throughout the day, recalling verse you have read or memorized and mulling them over in your mind. Meditation is often misunderstood as some difficult, mysterious ritual practice by isolated monks and mystics. But meditation is simply focused thinking, a skill anyone can learn and use anywhere. When you think about a problem over and over in your mind, that's called worry. When you think about God's word over and over in your mind, that's meditation. If you know how to worry, you already know how to meditate. You just need to switch your attention from your problems to Bible verses. The more you meditate on God's word, the less you will have to worry about. The third session Proverbs or സദൃശവാക്യങ്ങൾ. Proverbs chapter 12 verse 14. സദൃശവാക്യങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത് വാക്യം. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. A man shall be satisfied with good by the fruit of his mouth, and the recompense of a man's hands shall be rendered unto him. Fourth session. Matthew or Matthew. Matthew chapter 5 verse 19. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. Whosoever therefore shall break one of these least commandments and shall teach men so he shall be called the least in the kingdom of heaven. But whosoever shall do and teach them, the same shall be called great in the kingdom of heaven. Fifth session.
വിവാഹ വിരുന്നിൽ. ലൂക്കോസ് 14:7 മുതൽ 11 വരെയുള്ള. പലസ്തീനിലെ വിവാഹ വിരുന്നുശാലകളിൽ ആർക്കു വേണ്ടിയും ഇരിപ്പിടങ്ങൾ വേർതിരിച്ചിടുമായിരുന്നില്ല. സാധാരണയായി മുഖ്യ അതിഥി മണവാളൻ്റെയും മണവാട്ടിയുടെയും സമീപത്ത് ഇരിക്കും. മുൻഭാഗത്തുള്ള ഇരിപ്പിടങ്ങൾ കയറിയിരുന്ന് തങ്ങളുടെ പ്രാമുഖ്യം കാണിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. യേശു ഒരിക്കൽ ഒരു വിവാഹ വിരുന്നിന് പോയി. വിരുന്നുകാരിൽ ചിലർ മുഖ്യ ആസനം തേടി പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. യേശു അവരോട് പറഞ്ഞു, വിരുന്നിന് പോകുമ്പോൾ പ്രധാന ഇരിപ്പിടം തേടി പോകരുത്. മുഖ്യാതിഥിക്ക് വേണ്ടി നിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കാൻ ആതിഥേയൻ ആവശ്യപ്പെട്ടെന്ന് വരാം. അപ്പോൾ നീ പിന്നിലേക്ക് മാറേണ്ടി വരികയും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യനാകുകയും ചെയ്യും. അതുകൊണ്ട് വിരുന്നിന് പോകുമ്പോൾ പുറകിലിരിക്കുന്നതാണ് ഉചിതം. ദയവായി മുൻപോട്ട് കടന്നിരുന്നാലും എന്ന് നിന്റെ ആതിഥേയൻ പറയുവാനിടയാകട്ടെ. അപ്പോൾ മറ്റ് അതിഥികളുടെ മുമ്പിൽ നീ ആദരിക്കപ്പെടും. സ്വയം ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. യേശുവും സക്കായി. ലൂക്കോസ് 19:1 മുതൽ 10 വരെ. കരംപിരിവുകാരെ എന്തുകൊണ്ടാണ് യഹൂദ ജനത വെറുത്തിരുന്നതെന്ന് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ട കരംപിരിവുകാരൻ്റെ കഥയാണിത്. യേശു എരീഹോയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ പട്ടണത്തിൽ സക്കായി എന്നു പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. അയാൾ കരംപിരിവുകാരുടെ പ്രമാണിയും ധനികനും ആയിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അയാൾ ആഗ്രഹിച്ചെങ്കിലും പൊക്കം കുറവായിരുന്നതിനാൽ സാധിച്ചില്ല. അതുകൊണ്ട് അയാൾ ജനക്കൂട്ടത്തിന് മുൻപേ ഓടിച്ചെന്ന് ഒരു മരത്തിൽ കയറി. യേശു ആ വഴിയെ വരുമെന്ന് അവന് അറിയാമായിരുന്നു. യേശു അവിടെ എത്തിയപ്പോൾ മുകളിലേക്ക് തല ഉയർത്തി സക്കായിയെ കണ്ടു. സക്കായിയെ, വേഗം ഇറങ്ങി വാ, യേശു പറഞ്ഞു. ഞാൻ നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടതാണ്. സക്കായി വേഗം ഇറങ്ങി വന്നു. അവൻ സന്തോഷത്തോടെ യേശുവിനെ വീട്ടിൽ സ്വീകരിച്ചു. ഇത് കണ്ട് ജനം അസ്വസ്ഥരായി. അവർ പറഞ്ഞു, യേശു ഇതാ പാപിയായ ഒരുവൻ്റെ അതിഥിയായി പോകുന്നു. സക്കായി അവിടുന്ന് കർത്താവിനോട് പറഞ്ഞു, ഗുരു, എൻ്റെ സമ്പാദ്യത്തിൽ പകുതി ഇതാ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുള്ളതിൻ്റെ 4 മടങ്ങ് ഇതാ തിരികെ നൽകുന്നു. യേശു അയാളോട് പറഞ്ഞു, സക്കായിയെ, ഇന്ന് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിച്ചിരിക്കുന്നു. നീയും അബ്രഹാമിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. മനുഷ്യപുത്രൻ പാപികളെ തിരയുവാനും രക്ഷിക്കാനുമാണ് വന്നത്. അന്ധനായി പിറന്ന ഒരാൾ. യോഹന്നാൻ 9:1 മുതൽ 11 വരെ. അന്ധതയും മറ്റ് പ്രശ്നങ്ങളും പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണെന്ന് കരുതുന്നവർ ഇന്നുമുണ്ട്. ഒരു തെരുവോരത്തിരുന്ന് യാചിക്കുന്ന അന്ധനായ ഒരു മനുഷ്യനെ യേശുവും ശിഷ്യന്മാരും കാണുവാനിടയായി. അപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഗുരു, ആരുടെ പാപം മൂലമാണ് ഇയാൾ അന്ധനായി ജനിച്ചത്? ഇവൻ്റെ തന്നെയോ അതോ മാതാപിതാക്കളുടെയോ? യേശു ഉത്തരം പറഞ്ഞു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ ചെയ്ത പാപം മൂലമല്ല അവൻ അന്ധനായത്, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പകലുള്ളപ്പോൾ നാം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. ലോകത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പിന്നീട് യേശു നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി ഈ ചെളി അന്ധൻ്റെ കണ്ണുകളിൽ പൂശി. നീ പോയി ശീലോഹാം കുളത്തിൽ കഴുകുക. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്ന് അർത്ഥം എന്ന് യേശു അവനോട് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി മടങ്ങി വന്നു. അയൽക്കാരൻ നേരത്തെ അവനെ ഒരു അന്ധയാചകനായി കണ്ടിട്ടുള്ളവരും ചോദിച്ചു, അവിടെ ഇരുന്ന് ഭിക്ഷ അയച്ചത് ഇവൻ തന്നെയല്ലേ? ചിലർ പറഞ്ഞു, ഇത് അവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, അവനെപ്പോലുള്ള മറ്റാരോ ആണിത്. അപ്പോൾ അവൻ പറഞ്ഞു, ആ മനുഷ്യൻ ഞാൻ തന്നെ. എങ്കിൽ നീ എങ്ങനെ കാഴ്ചയുള്ളവനായി തീർന്നു എന്നവർ ചോദിച്ചു. യേശു എന്ന മനുഷ്യൻ ചെളി ഉണ്ടാക്കി എൻ്റെ കണ്ണിൽ പൂശി. ശീലോഹാമിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച കിട്ടി, അവൻ പറഞ്ഞു. നമുക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ്. അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. ആൻഡ് there was a strife between the herdman of Abraham's cattle and the
headman of Lord's cattle, and the Canaanites and the Perizzites dwelled then in the land. സെക്കൻഡ് സെഷൻ റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫിലെ ഉള്ളടക്കം. മെഡിറ്റേഷൻ ഈസ് ഓഫൺ അണ്ടർസ്റ്റുഡ് അറ്റ് സം ഡിഫിക്കൽട്ട് മിസ്റ്റീരിയസ് റിച്വൽ പ്രാക്ടീസ്ഡ് ബൈ ഐസൊലേറ്റഡ് monks and mystics. But meditation is simply focused thinking, a skill anyone can learn and use anywhere. Third session. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ചു തൃപ്തനാകും. തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. എ man shall be satisfied with good by the fruit of his mouth, and the recompense of a man's hands shall be rendered unto him. Fourth session. ആകയാൽ ചെറിയ കൽപ്പനകളിൽ ഒന്നിനെ അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. Whosoever therefore shall break one of these least commandments and shall teach men so, he shall be called the least in the kingdom of heaven. But whosoever shall do and teach them, and same shall be called great in the kingdom of heaven. നമ്മുടെ എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. God bless you abundantly.